സുഹൃത്തുക്കളെ നമസ്കാരം. നമ്മൾ ഇന്നിവിടെ പഠിക്കുന്നത് മൂവി ടൂളിനെ കുറിച്ചാണ്. ഇതൊരു പക്ഷേ നിങ്ങൾക്കെല്ലാം അറിയുന്ന കാര്യമായിരിക്കും. ഇത് അറിയാത്തവർക്ക് വേണ്ടി നിങ്ങളിത് ഷെയർ ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. നമ്മൾ ഇന്നിവിടെ ഫോട്ടോഷോപ്പിലെ മൂവി ടൂളിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഫോട്ടോഷോപ്പ് തുറന്നു വരുമ്പോൾ ടൂൾ ബോക്സിൽ ആദ്യം കാണുന്ന ഈ ടൂളാണ് മൂവി ടൂൾ. ഇതിന് ഷോർട്ട് കട്ടാക്കി കീബോർഡിൽ വി ആണ്. വി അമർത്തിയാൽ നമുക്ക് ടൂള് ലഭിക്കുന്നതാണ്. ഈ ടൂൾ എടുക്കുമ്പോൾ നമുക്ക് ഒബ്ജക്റ്റ് ബാറിൽ കുറേ അധികം ഓപ്ഷനുകൾ ഇവിടെ ലഭ്യമാണ്. ഇത് നമുക്ക് ഓരോന്ന് പരിചയപ്പെടാൻ വേണ്ടി ഞാനിവിടെ കുറേ ലെയറുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ലെയറുകളും മറ്റും ഞാൻ തുടർച്ചയായുള്ള മറ്റു ക്ലാസ്സുകളിൽ ഇടുന്നതാണ്. ആദ്യം നമുക്ക് ഇവിടെ കാണുന്ന ഓട്ടോ സെലക്റ്റിനെ പരിചയപ്പെടാം. നമ്മളിപ്പോൾ ഓട്ടോ സെലക്ട് ഹൈഡാക്കിയ ശേഷം ഒരു ടൂൾ എടുത്തു നമ്മൾ മൂവ് ചെയ്ത് ശ്രമിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ലെയർ ബോക്സിൽ സെലക്ട് ചെയ്ത ഒബ്ജക്റ്റ് മാത്രമേ ഇവിടെ മൂവ് ചെയ്യൂ. എനിക്ക് ഇതിപ്പോൾ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലെയർ ബോക്സിൽ വന്ന് ഇവിടെ സെലക്ട് ചെയ്യുന്ന ശേഷം മാത്രമേ ഈ ഒബ്ജക്റ്റ് എനിക്ക് മൂവ് ചെയ്യാൻ കഴിയുള്ളൂ. എന്നാൽ ഓട്ടോ സെലക്ട് എന്ന ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് എനിക്കിനിപ്പോൾ ഈ ഒബ്ജക്റ്റ് നീക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഓട്ടോ സെലക്ട് നടന്നു കഴിഞ്ഞു. എനിക്കിപ്പോൾ ഇത് നീക്കാം, ഇത് നീക്കാം, ഇത് നീക്കാം. അങ്ങനെ ഏത് ഒബ്ജക്റ്റ് വേണമെങ്കിലും എനിക്ക് നീക്കാൻ കഴിയുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഈ ലെയറുകളെ ഞാൻ 2 ഗ്രൂപ്പുകളായി തിരിച്ചു. ഇതിന് ശേഷം അടുത്ത നമ്മൾ നോക്കാണ്. ഇവിടെ നമ്മൾ ലെയർ എന്ന് സെലക്ട് ചെയ്തു. അപ്പോൾ നമുക്ക് ഏതാണോ ലെയർ വേണ്ടത് അത് ഇവിടെ സെലക്ട് ആവുന്നത് നമുക്ക് കാണാം. എന്നാൽ നമ്മൾ ഇവിടെ ഗ്രൂപ്പ് എന്ന ഈ ഓപ്ഷനാണ് കൊടുക്കുന്നത്. നമ്മൾ ഏത് ലെയറാണോ ക്ലിക്ക് ചെയ്യുന്നത് ആ ലെയറിൻ്റെ ഗ്രൂപ്പ് സെലക്ട് ചെയ്യാൻ കഴിയുന്നുള്ളൂ. ഇതാണ് ഈ ഓപ്ഷൻ്റെ പ്രത്യേകത. ഇനി അടുത്തത് ഇവിടെ കാണുന്ന ഷോ ട്രാൻസ്ഫർ കൺട്രോൾ എന്ന ഈ ഓപ്ഷൻ നമുക്ക് നോക്കാം. നമുക്ക് ഈ ഒബ്ജക്റ്റിനെ ട്രാൻസ്ഫോം ചെയ്യാൻ കഴിയില്ല, അതായത് രൂപമാറ്റം വലുതാക്കാനോ ചെറുതാക്കാനോ കഴിയില്ല. അപ്പോൾ ഈ ഓപ്ഷനെ ക്ലിക്ക് ചെയ്താൽ ഇവിടെ നമുക്ക് ഈ ഒബ്ജക്റ്റിന് ചുറ്റും ഒരു സെലക്ഷൻ രൂപപ്പെട്ടതായി കാണാം. ഇവിടെ ഇങ്ങനെ വെച്ച് നമുക്ക് ഇതിന് രൂപമാറ്റം കൊടുക്കാം. രൂപമാറ്റം വരുത്തിയതിനു ശേഷം കീബോർഡിൽ എൻ്റർ ഒന്ന് അടിക്കാം. ശേഷം നമുക്ക് അടുത്ത ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യും. ഓട്ടോ സെലക്ട് ആയതുകൊണ്ട് നമുക്ക് അവിടെ സെലക്ഷൻ ഓട്ടോമാറ്റിക്കായി വരുന്നതാണ്. ഈ രീതിയിൽ നമുക്ക് മാറ്റാൻ കഴിയും. തുടർന്നുള്ള ക്ലാസ്സുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. എൻ്റെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാം, കമൻറ്റ് ചെയ്യാം, ഷെയർ ചെയ്യാം. ഇവിടെ കാണുന്ന അലൈൻ എന്ന ഓപ്ഷനുകൾ ഡെഡ് ആകാൻ കാരണം നമ്മൾ ഒന്നിൽ കൂടുതൽ ലെയറുകൾ ഇവിടെ സെലക്ട് ചെയ്യുന്നു. നമുക്ക് എല്ലാ ലെയറും ഇവിടെ സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഇവിടെ കാണാം അതിൻ്റെ എല്ലാ ഓപ്ഷനുകളും ആക്റ്റീവാണ്. ഇവിടെ ആദ്യം കാണുന്നത് അലൈൻ ടോപ്പ് എഡ്ജാണ്. ഇപ്പോൾ അത് മുകളിലോട്ട് പോയി. അലൈൻ വെർട്ടിക്കൽ സെൻറ്റർ, അലൈൻ ബോട്ടം എഡ്ജ്, അലൈൻ ലെഫ്റ്റ് എഡ്ജ്, അലൈൻ
horizontal center, അല്ലെങ്കിൽ റൈറ്റ് എഡ്ജ്. ഇവിടെ സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ ഏത് പൊസിഷനിൽ വെച്ചാണോ അലൈൻ ചെയ്യുന്നത് അവിടെ നിന്നുള്ള അലൈൻമെൻറ്റുകളെ പിന്നീട് പ്രവർത്തിക്കും. ഇപ്പോൾ അലൈൻ ചെയ്യാനുള്ള ഓപ്ഷൻ കഴിഞ്ഞു. ഇനി അടുത്ത നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് നോക്കാം. ഡിസ്ട്രിബ്യൂട്ട് ടോപ്പ് എഡ്ജസ്, distribute vertical center, distribute bottom edges, distribute left edges, distribute the horizontal center, and distribute right edges. ഇങ്ങനെ രീതിയിൽ നമുക്ക് ലെയറുകളെ മൂവ് ടൂളിൻ്റെ സഹായത്തോടെ മാറ്റം വരുത്താം. നന്ദി, നമസ്കാരം.